ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാർക്ക് ദേ ഒന്ന് കണ്ടോളൂ, മാവേലി വന്നിരിക്കുന്നു. ഈ മാവേലിനെ ആരും അടിച്ച് താത്താത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. അപ്പം മാവേലിക്ക് ഗുരുവായൂര് കാല് കുത്തിയ കാലടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഗുരുവായൂരിന്ന് ആ കച്ചറ ഉണ്ടാക്കിയ ആ ഡഷ് മോളില്ലേ, ആ മോള് എൻ്റെ കുറെ വീഡിയോസ് കട്ട് ചെയ്തൊട്ടിക്ക എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ഒട്ടിച്ചഴിഞ്ഞ് കണ്ടില്ലേ? അപ്പൊ അതിനെന്താ നിന്റെ ഒരു അഭിപ്രായം? എന്താ പറയാ, ഇപ്പൊ ആ മുടിയില്ലാത്ത അത് തന്നെ മുട്ടച്ചൂപ്പിയല്ലേ, അവളെ പറ്റി എന്തും പറയാനില്ല. നമ്മൾ ഈ എന്താ പറയാ സെറ്റ് ടാങ്ക് ഒക്കെ അല്ലേ, അതിനെക്കാട്ടും അവസ്ഥയാണ് അവളെ കാര്യം. അല്ല, ഭയങ്കര പേടി തൊണ്ണത്തിയാണ്. ഇതിന് നിന്നോടൊന്ന് പേടിച്ച് നിന്നിട്ട് പോയില്ലേ? വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ആരോ ഒന്ന് ചോദിച്ചോല്ലേ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ലേ, അന്നപ്പം പിന്നെ നിങ്ങളത് നിർത്തണം എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് അവിടുന്ന് പറയാൻ കിട്ടിയില്ല. ഇപ്പം നമുക്ക് ലൈവായിട്ടൊരു വീഡിയോ ചെയ്യണം, അവരങ്ങനെ പറഞ്ഞതിന് മറുപടി കൊടുക്കണം എന്നുള്ള. അപ്പം നീ നേരിട്ട് ആ തള്ളനെ കാണുകയാണെങ്കിൽ എന്താ ചെയ്യുക? അടിച്ചോളെ പെരടി ഞാൻ. കാരണം അന്ന് ഒരു കാരണമില്ലാണ്ട് എൻ്റെ ഫോട്ടോ എടുത്തതിന് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത രീതിയിലാക്കി. എന്നിട്ട് ആ പെണ്ണുങ്ങൾ അവരായിട്ട് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കച്ചറയ്ക്ക് രീതിയിൽ നിന്നിട്ട് പിന്നെ അവർ പാവം നമ്മൾ എന്തോ ചെയ്തായിരുന്നു ഉറപ്പാണ്. എൻ്റെ കണ്ണിന് മൂന്ന് കണ്ടാൽ ഞാൻ അടിക്കും. ഞാൻ അതിന് മുകളിൽ വരുന്ന കേസല്ല, കുഴപ്പമില്ല, തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. അത്രമേൽ ഇവന് പ്രിയപ്പെട്ടതാണ്. ആ തള്ളച്ചി ചെയ്തത് എന്താണെന്നറിയോ? ലൈവിൽ വന്നിട്ട് നമ്മളോരോരോ വർത്തമാനം പറയല്ലേ, ഈ പാലക്കലമ്മച്ചിനെ കുറിച്ച് ലൈവ് ചെയ്ത സമയത്ത് പാലക്കലമ്മച്ചിനെ കളിയാക്കിയിട്ട് കയപ്പാണ് മറ്റേതാണ് മഷയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായി. ആ കയപ്പ് എന്നുള്ള ഭാഗങ്ങൾ മാത്രം വെട്ടി ഒട്ടിച്ച് ഒരു വീഡിയോ ആക്കി യൂട്യൂബിലിട്ടില്ല കേട്ടോ. യൂട്യൂബിലിട്ട തള്ളച്ചിക്ക് അറിയാം അത് കിട്ടുമെന്ന്, സ്ട്രൈക്ക് കിട്ടുമെന്നുള്ളത്. എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നല്ല റീച്ച് 1.5 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ഇതിൻ്റെ ഒരു പ്രതികരണം അറിയണമെന്നുണ്ടായിരുന്നു. എന്താണ് ഇവൻ ഇനി ആ തള്ളനെ കണ്ടാൽ ഇവൻ എന്ത് ഭീഷണിയാ? അന്നേ എനിക്ക് അറിയണമെന്നുണ്ടായി എന്തായിരിക്കും ഇവന്റെ പ്രതികരണം എന്നുള്ളത്. എനിക്ക് ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ചൂടായ അന്ന് അമ്പലനടയിൽ നിങ്ങൾ കണ്ടതല്ലേ, അതൊക്കെ നിസ്സാര മക്കളെ. ദേഷ്യം അങ്ങ് കയറിപ്പോന്നാല് പിന്നെ എന്താ പറയുക, ടാട്ടം വേറെ ലെവലാവും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതവിടേക്ക് അത് ഇവിടെ വീഡിയോയും തുറന്നു വെച്ചിട്ട് അവൻ അവിടെ വീഡിയോ കാണുക. അപ്പോൾ ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. തീരുമാനമായില്ല, ഡേറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഈ പ്രാവശ്യം ഇന്നാണ് ഉത്സവം, കൊടിയേറ്റം എന്നാണ്. അപ്പോൾ കണ്ണനെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കൊരു അവിടെ ഒരു ഇത് നേർച്ച കൊടുക്കാനുണ്ട്. ഹരേ കൃഷ്ണ 101 എഴുതി മാലയാക്കിയിട്ട് അവിടെ ചാർത്താനുണ്ട് പേപ്പറിൽ. ഈ സ്ക്വയറായിട്ട് മോളിക്ക് കട്ട് ചെയ്ത് തരണം കേട്ടോ പേപ്പർ. ഇനി പല കളർ ഷീറ്റ് ഉണ്ടല്ലോ, A4 പല കളർ പേപ്പർ, നല്ല കളർ പേപ്പർ ഉണ്ട്, അത് വാങ്ങിക്കൊണ്ടുവരണം. പല കളറിൽ വെച്ചിട്ട് ചെയ്യാൻ. പല കളർ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്തേലും പറയടോ, എൻ്റെ വാക്ക് കേൾക്കാനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഭാരത് മാതാ കി ജയ്. അല്ല, ഞാൻ മറ്റേ താടകനെ നോക്കി ആലോചിച്ചായിരുന്നു, ഒരു കാര്യമില്ലാണ്ട് എന്നെ അന്ന് കുറവാക്കിയതാ. പക്ഷെ ഒന്നും ഉറപ്പാട്ടോ, ആ ഒരു കുറവാക്കിയതിന് ഒക്കെ നരിവേട്ടനോട് കിട്ടും എന്നെങ്കിലും കണ്ടാല്. പിന്നെ അതിന്റെ മുകളിൽ വരുന്ന കേസല്ല, അതൊന്നും വിഷയമല്ല. നമ്മളെല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ
അത് ശരിക്കും സ്ത്രീ ഒന്നല്ല, എല്ലാ ഒരു ആണാന്ന് സ്ത്രീകളെയും ബഹുമാനിക്കുന്നത് വെറുതെയാണ് എന്ന് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് കൊടുക്കേണ്ട വില മാത്രമേ കൊടുക്കാവൂ. കാരണം ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഇതുപോലുള്ള എല്ലാ സ്ത്രീകളെ പോലെയും ഗ്രീഷ്മക്ക് എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്ന തോന്നുന്നു. സ്ത്രീകളെ ബഹുമാനിക്കരുത്. ചിലരെ ബഹുമാനിക്കാനേ പാടില്ല. ഞാൻ എന്താ പറഞ്ഞേ, ആ ചിലരിൽ പെട്ടതാണ് ഈ തള്ള. ഈ തള്ളക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിനെ പ്രതിരോധിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പരദൂഷണവും കാര്യമായിട്ട് നടക്കുന്നത്. പെണ്ണുങ്ങളെ ചാവൂ എന്നുള്ളത് ഉറപ്പല്ലേ? എന്നാൽ പിന്നെ ആരോടെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് ചത്തൂടെ? നിനക്ക് അവിടെ പോയി കണ്ടതിന് ശേഷം എന്തായാലും പറയും. നിനക്ക് അവിടെ പോയി കിടക്കുന്ന സമയത്ത് ഒരു സമാധാനം വേണ്ടേ? പിന്നെ അച്ചടി ഭാഷയായിട്ട് വന്നിട്ട് കാര്യമല്ല സുഹൃത്തെ. എന്തോ എല്ലാ തോന്നിവാസവും ഉണ്ട് അമ്മശ്ശിയുടെ അടുത്ത്. ശരിക്കും ഒരു ആണാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടാൽ ഒരു നെഗറ്റീവ് ഫീലാ. നെഗറ്റീവ് ഫീലാ. ഒരു ഐശ്വര്യല്ല, ആ ഐശ്വര്യമാണ് അതിൻ്റെ അസുഖം കൊണ്ടുപോയത്. ഏതായാലും മരണം കാത്തു കിടക്കുന്ന ആളല്ലേ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ മരിച്ചാൽ എന്തായാലും ഒരു ഫോട്ടോ നല്ലത് നോക്കിയിട്ട്, FBയിൽ ഇതുവരെ കണ്ടില്ല നല്ലതൊന്നും. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്തിരുന്നുണ്ട്. ഒരു നല്ലൊരു ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് സ്റ്റാറ്റസ് ഇടും. ഞാൻ കുറേ ദിവസം വെക്കും. സെറ്റാ. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരോട് ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കർമ്മ. ആ പെണ്ണുങ്ങൾ മറ്റുള്ളവരുടെ ചോര കുടിക്കാൻ നിൽക്കുമ്പം ഈ പെണ്ണുങ്ങളുടെ ചോര ഊറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജുകാർ നിൽക്കുന്നുണ്ട്. അതാണ് മോളെ കർമ്മ. നാളൊരു പക്ഷേ എനിക്ക് വരൂല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ എനിക്ക് വന്നാൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ അത് സ്വീകരിക്കും. ഇതേപോലെ നുണയും കുശുമ്പും കുന്നായ്മയും വെച്ച് പുലർത്തിയിട്ടല്ല വരുന്നത്. നമുക്ക് ആരെയും കാര്യം പറയാൻ പറ്റില്ല. നമ്മളൊക്കെ തലയിൽ എഴുതിയുണ്ട് ഇത്ര വയസ്സ്, ഇത്ര കാര്യം വരും, ഇത്ര ദിവസം ജീവിക്കുന്നു നോക്കാം. അപ്പം അതങ്ങനെ നടക്കുള്ളൂ. അപ്പം അതിന് എന്ത് ചെയ്തിട്ടും കാര്യം, ഇപ്പോൾ കൂടോത്രം ചെയ്തിട്ടോ മന്ത്രവാദിനെ കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. അല്ല, ഇവർക്കൊക്കെ വിഷയം നീയാണ്. ആ പാലക്കലിന് വിഷയം, ഈ സ്ത്രീക്ക് വിഷയം, ഇവർക്കൊക്കെ ഈ പിള്ളച്ചേച്ചിക്ക് വിഷയം, പിന്നെ ഇവരൊക്കെ കിട്ടണ്ടേ? അപ്പൊ കിട്ടാനുള്ള കാരണം ഞാനാണ്, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് നീ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മെന്റലി വല്ലാത്തൊരു എന്താ അറിയോ, എനിക്ക് കുറെ ഫാൻസ് ഉണ്ട്. ഫാൻസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഭംഗി എന്ന് പറയുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഒരു എന്താ പറയാ, ഒരാകർഷണം ഉണ്ട് നിന്റെ മേത്തേക്ക്. അതാണ് അമ്മശ്ശിമാർക്ക് ആ ആകർഷണമാണ് നിനക്ക് ശത്രുവിനെ ഉണ്ടാക്കുന്നത്. ആകർഷണം ഭയങ്കര സംഭവം കേട്ടോ. എന്തായാലും ഞങ്ങള് ഗുരുവായൂർ വരുന്നതിന് തലേന്ന് ലൈവിൽ വരും കേട്ടോ അന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് 2 ആളെ സെറ്റപ്പ് ആക്കാണ്ട്. 2 ആളെ സെറ്റപ്പ് അയച്ചാൽ പേടിച്ചിട്ടല്ല കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞോ പേടിച്ചിട്ട് സെക്യൂരിറ്റി ആയിട്ട് 2 ആളെ കൂട്ടുന്നതെന്ന്, അവർക്കും കയറണം ഉള്ളിൽ. അതിൽ ഒരാളെ കയറുള്ളൂ കേട്ടോ, അതും പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറച്ചും കൂടി അന്ന് അങ്ങോട്ട് എത്തിയിട്ട് അമ്മ ഓക്കെ ആയിട്ട് ഗുരുവായൂർ അമ്മനെയും അച്ഛനെയും ഒന്ന് കൊണ്ടുപോകണം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മനെയും അച്ഛനെയും കൊണ്ടുപോകുന്ന കഥയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ വെച്ചിട്ട് കുറേ ആൾക്കാരെ കാണാനുള്ളതാണ്. ദൈവം സഹായിച്ച് ഗുരുവായൂരപ്പൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ തടയനും കൂടി അവിടെ കൊണ്ടുതന്ന അശാറായി. അന്നത്തെ അമ്പലനടയിൽ ആരാണ് പടകം പൊട്ടിക്കുന്നേ? കിട്ടും എന്തായാലും. കാരണം ചെയ്യാത്ത കാര്യത്തിൽ ഞാൻ നാണം കേട്ടതാ. എനിക്കൊരു കാര്യം തന്നെ മനസ്സിലൊരു പക ഉണ്ടെങ്കിൽ അത് ജന്മനാ ഉണ്ടാവും. ഞാനത് എങ്ങനെയെങ്കിലും പകരം വിട്ടു. ഏത് മുഖാന്തരം ഞാൻ വിട്ടു. കഷ്ടപ്പെടേണ്ടി വന്നാലും എത്ര പൈസ ചെലവാക്കേണ്ടി വന്നാലും എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഓൻ്റെ വാശി വിട്ടിട്ട് ഒരു തരി ക്ഷമ എന്ന് പറയുന്നൊരു 2 അക്ഷരമില്ലാത്തതാ. ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടി ഇങ്ങനെ പറപ്പിക്കുന്നത് ബേക്കിലുള്ള ഒരുത്തൻ ഓണടിച്ചിട്ടാണ്. അത്രമേൽ വിട്ടുകൊടുക്കാത്ത ഇവൻ്റെ അടുത്താണ് ആ തള്ളച്ചി ഇങ്ങനെ കാണിച്ചത്. മോളെ തള്ള ഞാൻ KSRTC നിന്നെല്ലാം പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമ്മതിക്കുന്നില്ല, ഒപ്പിട്ട് വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. നാളെ ലീവാണ്. ഈ മാസം ഒരു ദിവസമാണ് ഡ്യൂട്ടിക്ക് പോയത്. 1 ഡേ ഡ്യൂട്ടി. 10 ദിവസമായി.
9 ദിവസം പോകട്ടെ. ഓക്കെ, അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെണ്ണുങ്ങളെ തല്ലെന്ന് പറഞ്ഞത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, ഈ ഒരു താടകേന അത് ഞാൻ തല്ലും. അതുകൊണ്ടാണ് ഞാൻ അടക്കി എല്ലാ ലേഡീസിനും എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും ബാധകമല്ല. എല്ലാ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സ്ത്രീയെ പെണ്ണെന്ന് വിളിക്കാൻ പറ്റൂല. ഈ സ്ത്രീകളിൽ പെടുന്ന ഒരു രൂപവും ഭാവവും അല്ല കേട്ടോ അതിന്. അതുകൊണ്ട് ഞാനിപ്പോഴും ഞാൻ പറയാം, ഞാൻ സ്ത്രീകളെ നല്ലോണം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അത് സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ശരിക്കും ഒരാണ് മുടിയൊക്കെ കുറച്ചാക്കിയിട്ട് മറ്റേ അത് എന്താണെങ്കിലും പോയതാ. അപ്പം എന്ത് സംഭവമാണെങ്കിലും സൂക്കേടുള്ളവരാണെങ്കിൽ സൂക്കേടിൻ്റെ രീതിയിൽ നിൽക്കണം. മറ്റുള്ളവർ കയറി ചൊറിയാൻ വന്നാൽ ഓപ്പോസിറ്റുള്ളവർ സൂക്കേടാണെന്ന് ആക്കാനൊന്നും നോക്കൂല. എനിക്ക് എന്നെ കയറി ചൊറിഞ്ഞാൽ അതിപ്പോൾ സൂക്കേടുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും. മുമ്പോഴും ഒരേ ചോരയും കാര്യമൊക്കെ ആയിട്ട് മുമ്പൊക്കെ നാണോ മാനോ ഉടുപ്പൊക്കെ ഉണ്ടല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടിച്ച് കഴിഞ്ഞാലുള്ള കാര്യമല്ലേ അതപ്പോൾ ചിലപ്പോൾ ഓളെ സപ്പോർട്ട് ചെയ്യാൻ 100 ആളുണ്ടാവും. അതേമാതിരി എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരെങ്കിലും 100 ആളുണ്ടാവും. ഇനിയിപ്പോൾ ഓളെ സപ്പോർട്ട് ചെയ്യാൻ 100 ആളാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ മതി. പണ്ട് ഒരു മോഹൻലാൽ ദിലീപിൻ്റെ സിനിമ പറയുന്നില്ലേ, ആദിത്യൻ ചെക്കനെ കണ്ട് വെച്ചിട്ട് ആദ്യ സിനിമയിലാണ്, നിങ്ങൾ വിളിച്ചാൽ പോലീസും പട്ടാളവും MLA വരെ വരും, പക്ഷെ ഞാൻ വിളിച്ചാലല്ലോ ഇവരാരും വരൂല. അതേമാതിരി ഞാൻ വിളിച്ചാൽ ആരും വരുന്നില്ല. പക്ഷേ ചെയ്യേണ്ട നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ അതിന് ശേഷമല്ലേ നിയമം നോക്കാം. ഒരാളപ്പം നമ്മൾ തല്ലിക്കഴിഞ്ഞാലേ കേസെടുക്കാനാവും. തല്ലെന്ന് പറഞ്ഞാൽ ആരും കേസെടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.